ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിന്റെ എൻ്റെ സ്നേഹവന്ദനം. അല്പസമയത്ത് ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്താണ്. നമ്മൾ ചിന്തിക്കുന്ന വചനമെന്ന് പറയുന്നത്, ഹല്ലേലൂയ, നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം. ഒന്നുകൂടെ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ഒരു ദൈവം നമുക്കുള്ളത് കൊണ്ട് ഹല്ലേലൂയ നമുക്കൊരുപാട് പ്രത്യാശയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ വചനം പറ, അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ. അല്പകാലത്തേക്കുള്ള കഷ്ടം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ഓരോ ദൈവഭക്തന്മാർക്കും കടന്നു വരാം. എന്താണ് ഈ കഷ്ടം എന്ന് പറയുന്നത്? പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം 1 പത്രോസിന്റെ 5-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ, നിങ്ങളുടെ പ്രതിയോഗിയായി പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആര് വിഴുങ്ങുണ്ട് എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. അപ്പം വലിയൊരു ശത്രു ദൈവസഭയ്ക്കുണ്ട്, ദൈവമക്കൾക്കുണ്ട്. അലറുന്ന സിംഹം എന്ന പോലെ, അവൻ സിംഹമല്ല, അലറുന്ന സിംഹം, ഒരു വ്യാജ പാപം നടിച്ച വ്യാജ പാപത്തിന് രൂപത്തിലുള്ള സാത്താന്യ ശക്തികൾ ആരെ വിഴുങ്ങുണ്ട് എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുക. സകല ദൈവമക്കളെ സകല വിശുദ്ധന്മാരെയും പാപത്തിൽ തള്ളിയിട്ട് അവനെ നിത്യ നരകത്തിന്റെ അവകാശിയാക്കി മാറ്റുവാൻ, ദൈവത്തിന് അകറ്റാൻ വേണ്ടിയിട്ട് ഓരോ അന്ധകാരത്തിലെ വ്യാപാര ശക്തികൾ വിവിധ രൂപപാപങ്ങളിലൂടെ അവയെ എന്നെയും നിങ്ങളെയും തകർക്കാൻ കടന്നു വരും. അവന് ഒരുപാട് ആഗ്രഹങ്ങളും ആശകളും ഇച്ഛകളും മോഹങ്ങളും ഇമ്പങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിൽ കൊണ്ടെത്തന്ന് നമ്മെ ജഡത്തിലേക്ക് കൊണ്ടുപോകും. ജഡത്തിലേക്ക്, ആത്മാവിൽ ജീവിക്കുന്ന നമ്മെ ജഡത്തിലേക്ക് നയിക്കും. ജഡത്തിലേക്ക് നയിച്ചു കഴിയുമ്പോൾ ജഡത്തിന്റെ ചിന്ത നമ്മൾ ഉയരും. ജഡത്തിന്റെ ചിന്ത ഉയരുമ്പോൾ ജഡത്തിന്റെ ചിന്ത നമ്മുടെ പാപം ചെയ്യിക്കും, അത് മരണത്തിലേക്ക് കലാശിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, അല്പകാലത്തേക്ക് ഇങ്ങനെയുള്ള കഷ്ടം നിങ്ങൾ സഹിക്കേണ്ടി വരുമ്പോൾ നിങ്ങൾ വളരെ ജാഗ്രതയുള്ളവനായിരിക്കണം. വീണ്ടെടുക്കപ്പെട്ട ഓരോ ദൈവത്തിന്റെ വചനവും വളരെ ജാഗ്രതയോടെ വേണം മുന്നോട്ട് പോകാൻ. കാരണം അവൻ സാത്താൻ ഏത് വിധത്തിലാണ് വരുന്നതെന്ന് നമുക്കൊരുപക്ഷെ അറിയണമെന്നില്ല. നിങ്ങളെ ചതിവിൽ ചാടിക്കൽ ചതിക്കുഴിയിൽ അകപ്പെടുത്താൻ അവൻ വിവിധ പാപ സ്വഭാവങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുവാൻ, ആ പാപത്തിന്റെ ആശയത്തിൽ നിങ്ങൾ നിറയ്ക്കാൻ വേണ്ടിയിട്ട് അവൻ പല തന്ത്രങ്ങളും വരെയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നിട്ട് പറയണം വചനം, ഹല്ലേലൂയ, പിശാച് ആരെ വിഴുങ്ങണ്ടെന്ന് തിരഞ്ഞു ചുറ്റി നടക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദര വർഗത്തിന് ആവക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ്, ഹല്ലേലൂയ, വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി അവനോട് എതിർത്ത് നിൽക്കണമെന്ന്. അപ്പൊ ഈ വക കഷ്ടപ്പാടുകളും ദുരിതങ്ങളും നമുക്ക് വരുന്നു എന്നറിഞ്ഞുകൊണ്ട്, സഹോദര വർഗത്തിന് വരുന്നു എന്നറിഞ്ഞുകൊണ്ട് നമ്മൾ അതിനോട്, ഹല്ലേലൂയ, ആമയ്ക്ക് എതിർത്ത് നിൽക്കുവാൻ കഴിയണം. വിശ്വാസത്തിൽ ആമയിലെ സ്ഥിരതയുള്ളവരായി മാറണം. ശത്രുവിന്റെ സകല തന്ത്രങ്ങളെ നാം പരാജയപ്പെടുത്തണം. എങ്കിൽ മാത്രമേ ദൈവരാജ്യത്ത് നമുക്ക് ചെല്ലാൻ കഴിയുള്ളൂ. അപ്പൊ നമ്മൾ വിശ്വാസ സ്ഥിരതയുള്ളവരായി പിശാചിനോട് എതിർത്ത് നിൽക്കണം. പിശാചിനോട് എതിർത്ത് നിൽക്കണമെങ്കിൽ വിശുദ്ധ ജീവിതം നയിക്കണം കേട്ടോ. അശുദ്ധമായി ജീവിക്കുന്ന ഒരുവനും പിശാചിനോട് എതിർത്ത് നിൽപ്പാൻ കഴിയില്ല. അശുദ്ധമായതെന്ന് പറഞ്ഞാൽ എന്താണ്? ലോകത്തിന്റെ മോഹം ജഡിക പാപ സുഖങ്ങൾ, മദ്യവും മയക്കുമരുന്നും ലഹരിയും ജഡിക വ്യഭിചാര വരസംഗ അശുദ്ധി വിഗ്രഹാരാധന എന്നിട്ട് സകല ദുഷ്കർമ്മങ്ങളിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് പിശാചിനോട് എതിർത്ത് നിൽപ്പാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. പിശാചിനോട് എതിർത്ത് നിൽപ്പാൻ കഴിയുന്ന ദൈവകൃപയുള്ളവർക്ക് മാത്രം. പ്രാർത്ഥന കൊണ്ടും ആരാധന കൊണ്ടും ആമീൻ ദൈവത്തെ സ്തുതിച്ചും മഹത്വപ്പെടുത്തിയും ദൈവത്തോട് ചേർന്ന് ദൈവത്തോട് പറ്റിയിരുന്ന പിശാചിന്റെ ഇഷ്ടങ്ങളെ ചെറുത്തു നിൽക്കുവാൻ കഴിയുന്നത് ദൈവമക്കൾക്കാണ്. ഹല്ലേലൂയ. അവൻ ലോകത്തിന്റെ പാപങ്ങളിലേക്ക് വീഴാതെ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളണം. ഹല്ലേലൂയ. രാവിലെ നിങ്ങൾ കണ്ണു ചിമ്മി എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ നിങ്ങളെ പാപത്തിലേക്ക് നയിക്കത്തിലെ ആസക്തികൾ നിന്റെ നേരെ കടന്നു വരുമ്പോൾ അതിന്റെ നടുവിൽ അതിന്റെ നീ പുറത്തു പോകണം. അതിന്റെ മുമ്പിൽ നിന്ന് നീ മാറിപ്പോകണം. ഹല്ലേലൂയ.
നമ്മുടെ കണ്ണുകളിൽ കൂടെയാണ് ഏറ്റവും പാപം പ്രവേശിക്കുന്നത്. കണ്ണുകൊണ്ട് കാണുന്നതാണല്ലോ നമുക്ക് ആഗ്രഹങ്ങളും മോഹങ്ങളൊക്കെ കൊണ്ടുതരുന്നത്. അതുകൊണ്ട് ഇയ്യോബ് ഭക്തൻ പറഞ്ഞതുപോലെ നമുക്കൊരു കണ്ണുകൊണ്ട് നിയമം ചെയ്യണം. ഇയ്യോബിന്റെ പുസ്തകം 31 അധ്യായമായി ഞാൻ എന്റെ കണ്ണുകൊണ്ട് നിയമം ചെയ്തിരിക്കുന്നു, പിന്നെ കനിയെ നോക്കുന്നത് എങ്ങനെയെന്ന് ഇയ്യോബ് പറയുന്ന പോലെ നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് നിയമം ചെയ്ത് ലോകത്തിന്റെ പാപസുഖങ്ങളിലേക്ക് നീ നോക്കരുത്. കന്യകയെ നോക്കുന്നത് എങ്ങനെയെന്ന് ഇയ്യോബ് ചോദിക്കും. അതുപോലെ നിന്റെ കൺമുമ്പിൽ കടന്നു വരുന്ന അങ്ങനെയുള്ള പാപത്തിലേക്ക് നിന്റെ കണ്ണുകൾ പതിക്കരുത്. നിന്റെ കണ്ണുകൊണ്ട് നിയമം ചെയ്യണം. നിന്റെ കണ്ണുകൾ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണാൻ വേണ്ടി തുറക്കേണ്ടത്. 119 സംഖ്യകൾ 18 വാക്യല്ലേ, യോബ് കണ്ണുകൊണ്ട് നിയമം ചെയ്തു. 119 18 വാക്യം, നിന്റെ ന്യായപ്രമാണത്തിൽ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരുടെ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് ഭക്തന്മാർ ഒരുപാട് പേര് വേദപുസ്തകത്തിൽ നമുക്ക് പഴയ നിയമത്തിൽ പുതിയ നിയമത്തിൽ കാണിക്കുന്നുണ്ട്. എന്തിനാണ് അവരെ ഈ വേദപുസ്തകത്തിൽ നമുക്ക് വെളിപ്പെടുത്തി തന്നത്? നമ്മൾ ദൈവത്തിന്റെ സന്നിധി ആ നിത്യതേജസ്സിനെ വിളിക്കപ്പെടുകയും നമ്മൾ ആ അനുഭവത്തിൽ ജീവിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. അപ്പൊ തേജസ് നമ്മുടെ ഉള്ളിലേക്ക് വരണം. തേജസ്സിൽ നമ്മൾ നിറയപ്പെടണം. ഹല്ലേലൂയ. തേജസ് പ്രാപിച്ച് കർത്താവിന്റെ നിത്യരാജ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആഗ്രഹമാണ് നമുക്ക് ആവശ്യം. ഈ ലോകത്തിൽ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരിക്കണം? ഈ ലോകത്തിൽ നമ്മുടെ ഏറ്റവും ഇഷ്ടം, നമ്മുടെ ഹൃദയത്തെ വശീകരിക്കുന്ന, നമ്മുടെ ഹൃദയത്തെ ആശിപ്പിക്കുന്ന ആഗ്രഹം എന്തായിരിക്കണം? ഹല്ലേലൂയ. ആ നിത്യ തേജസ്സിനാ വിളിച്ച ദൈവത്താൽ ആ നിത്യ തേജസ്സിന്റെ അവകാശിയായി നാം നിത്യരാജ്യത്തിലേക്ക് പ്രവേശിക്കണം. നിത്യരാജ്യത്തിലേക്ക് പ്രവേശിക്കണം. നിത്യരാജ്യം ഏതാ? ദൈവരാജ്യമാണ്, സ്വർഗരാജ്യമാണ്. അവിടെ എത്തുവാനാണ് നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും മുഴുവൻ വേണ്ടുന്നത്. മാത്രമല്ല, നാം തേജസ്സോടെ പ്രവേശിച്ചുകൊണ്ട് ആ രാജ്യത്തെ അവകാശമാക്കണം. നിത്യ തേജസ്സിനായി വിളിക്കപ്പെട്ട നമ്മൾ ആ നിത്യ തേജസ് പ്രാപിച്ചു നിത്യരാജ്യത്തെ നമ്മൾ കൈവശമാക്കണം, അവകാശമാക്കണം. തേജസ്സിനെ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നു. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് നിത്യമായ തേജസ് തരാൻ വേണ്ടിയിട്ടാണ്. ആദമിലും ഹവ്വയിലും നിത്യമായ തേജസ് നഷ്ടപ്പെട്ടു പോയി ആ തേജസ്സിനെ മടക്കി തരാനാണ് സ്വർഗത്തിലെ ദൈവം നമ്മെ വിളിച്ചത്. അപ്പൊ നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനവൻ നിവർത്തിക്കുമെന്നാണ്. ഹല്ലേലൂയ. നിങ്ങളെ വിളിച്ച ദൈവം ആരാണ്? അവൻ വിശ്വസ്തനവൻ നിവർത്തിക്കുമെന്ന് 1 തെസ്സലോനിക്യ ലേഖനം 5 അധ്യായം 24 വാക്യത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ട്, നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവനത് നിവർത്തിക്കും. അതേ സ്നേഹിത, നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, എന്നെ കേൾക്കുന്ന യുവാക്കന്മാരുടെ പ്രമാദം ദൈവത്തിന്റെ വചനത്തിൽ ശക്തമായ ദൂതങ്ങളോട് പറയുന്നത്, നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം ഹല്ലേലൂയ തന്നെ യഥാസ്ഥാനപ്പെടുന്നതിന് ശക്തീകരിക്കും. നിന്റെ കഷ്ടങ്ങൾ മാറും, നിന്റെ സങ്കടങ്ങൾ മാറും, നിന്റെ ദുഃഖങ്ങൾ മാറും, നിന്റെ പരാജയങ്ങൾ മാറും, നിന്റെ അപരാധികളും പരിഭവങ്ങൾക്കും എല്ലാം ഒരു മാറ്റം ദൈവം തരാൻ പോവുക. അത് നിന്നെ തകർക്കുന്ന, നിന്നെ ഉടയ്ക്കുന്ന, നശിപ്പിക്കുന്ന, നിന്റെ കുടുംബത്തെ ഇല്ലായ്മ, നിന്റെ കുടുംബത്തെ ചിഹ്ന ഭിന്നമാക്കുവാൻ, നിന്റെ നന്മകളെ അപകരിക്കുന്ന, നീ ഒരിക്കലും നന്നാകരുത്, നീ ഒരിക്കലും ഉയരരുതെന്ന് ഓർത്ത് നിന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന തരം ദൂഷ്ടശക്തികളെ ഇന്ന് പകൽ കർത്താവ് നീക്കം ചെയ്യുകയാണ്. നിന്റെ കുടുംബത്തിന് ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളും വാഗ്ദത്തങ്ങളും പ്രാപിച്ചെടുക്കാൻ കഴിയാതെ അതിനെതിരെ പോരാടുന്ന ചില ദുഷ്ടശക്തിയുണ്ട്. വാഴ്ചകൾ, അധികാരങ്ങൾ, ഈ അന്ധകാരത്തിന്റെ ലോകാധിപതി, സ്വർലോകത്തെ ദുഷ്ടാത്മസേന, ഇവ 4 കൂടെ നിനക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവ്, എന്നെ കേൾക്കുന്ന സഹോദര സൗരി, ദൈവഭാഗം നീ മുട്ടുമടക്കി പ്രാർത്ഥിക്ക്. ദൈവം നിന്നെ വെടിവെക്കും. നിന്നെ വീഴുവാൻ വേണ്ടി നിന്റെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ അവൻ നിനക്ക് നേരെ ചുറ്റി നടക്കുമ്പോൾ, നിന്നെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ, അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിന്നെ അതിൽ നിന്ന് വിടിവിച്ചെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുക. നിന്റെ വാഗ്ദത്തങ്ങളെ ദൈവം നിനക്ക് നൽകാൻ ആഗ്രഹിക്കുക. ഇന്ന് പകൽ കഷ്ടതയുടെ, സങ്കടത്തിന്റെ, ദുഃഖത്തിന്റെ കണ്ണുനീരിലൂടെ അടികൾ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, കണ്ണുനീർ കയത്തിലാണോ നീ ജീവിക്കുന്നത്? കണ്ണുനീരുകൊണ്ട് നീ രാത്രി യാമങ്ങളിൽ അല്ലെങ്കിൽ എന്റെ കിടക്കയെ നനയ്ക്കുന്ന വ്യക്തിയാണോ? ജീവിതത്തിൽ നിരാശയുടെ അനുഭവത്തിലാണോ നീ കടന്നു പോകുന്നത്? അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സ്നേഹിത, അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിന്റെ ജീവിതത്തിന്റെ കഷ്ടതയെ ദൈവം മാറ്റാൻ പോവുകയാണ്. രക്തം ചെയ്ത് വിശ്വസിച്ച് കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്, സാമ്പത്തിക ഞെരുക്കമാകട്ടെ, കടബാധ്യതകളാകട്ടെ, ഭവനമില്ലാത്തതാകട്ടെ,
ഇല്ലാത്തതാകട്ടെ, തലമുറയില്ലാത്തതാകട്ടെ, വിദ്യാഭ്യാസമില്ലാത്തതാകട്ടെ, കുടുംബജീവിതം നഷ്ടപ്പെട്ടവരാകട്ടെ, വിവാഹം പ്രായം എത്തി നിൽക്കുന്നവരാകട്ടെ, സ്വന്തമായി തലചായ്പാൻ ഇടമില്ലാതെ ഭവനമില്ലാതെ ഭാരപ്പെടുകയാണോ, ശാരീരികമായ രോഗവേദനകളാ നീ അസ്വസ്ഥത അനുഭവിക്കുന്ന എന്നെ കേൾക്കുന്ന വിവിധ കാരണങ്ങളാണ് നിന്റെ ജീവിതത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ദുഷ്ട ശക്തികളുടെ കയ്യിൽ നിന്ന് ദൈവം നിന്നെ വിടുവിച്ച് ശക്തീകരിക്കുവാൻ പോവുക. ദൈവം നിന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കാൻ പോവുകയാണ്. ദൈവം നിന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിച്ചാൽ പിന്നെ പിശാചിനെ തകർക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ആ സർവകൃപാലുവായ ദൈവത്തിന് നിത്യ തേജസ്സിനെ നീ പ്രാപിക്കണം. കർത്താവ് നമ്മെ വെറും ഇഹപരമായ അനുഗ്രഹം നൽകുവാൻ വേണ്ടി മാത്രം വിളിച്ചതല്ല. കർത്താവ് നമ്മെ ഈ ലോകത്തിലെ അനുഗ്രഹങ്ങൾ മാത്രം നൽകാൻ വേണ്ടി വിളിച്ചതല്ല. പിന്നെന്തിനാണ്? നിത്യരക്ഷയ്ക്കുമായിട്ടാണ് ദൈവം നമ്മെ വിളിച്ചത്. എല്ലാവരുടെയും ജീവിതം, എല്ലാവരുടെയും തീരുമാനങ്ങൾ ഈ ലോകത്തിലെ ഇഹപരമായ ജീവിതത്തിന്റെ സുഖങ്ങൾ അനുഭവിച്ച് പോകുവാന്നുള്ളത്. അതുകൊണ്ടാണ് ചില ഈ ലോകത്തിൽ നമ്മൾ അടിച്ചുപൊളിച്ച് ജീവിക്കണമെന്ന് ചിലരൊക്കെ പറയല്ലേ. എന്നോട് ഒത്തിരി പേര് വേണ്ട, പാസ്റ്റർ എവിടെ ജീവിക്കും, നിങ്ങളെപ്പോലെ ഒന്നും ജീവിക്കരുത്, നിങ്ങൾക്ക് അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, തുടരെ ഇതോടെ അങ്ങോട്ട് നോക്കരുത്, ഇങ്ങോട്ട് നോക്കരുത്, അവിടെ പോകരുത്, TV കാണരുത്, സിനിമ കാണരുത്, തിയേറ്ററിൽ പോകരുത്, കള്ളു കുടിക്കരുത്, വീട് വലിക്കരുത്, സിഗരറ്റ് മുറുക്കാൻ തിന്നരുത്, ഇതൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ. അങ്ങനെയല്ല പാസ്റ്റർ, നമ്മൾ ഈ ലോകം അടിച്ചുപൊളിച്ച് ജീവിക്കണമെന്ന് പറയുന്ന ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അവരോട് പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ അങ്ങനെ ചെയ്തു, പക്ഷെ ഞങ്ങൾ അങ്ങനെ ചെയ്യില്ല. ഞങ്ങൾ ചെയ്യാത്തതിന്റെ കാര്യം, ഞങ്ങൾ അതൊക്കെ ചെയ്ത് ഇങ്ങോട്ട് പോന്നവരാ, അതിന്റെ സുഖങ്ങളെ ഞങ്ങൾ അനുഭവിച്ചവരാ. അതുകൊണ്ട് ഞങ്ങൾ അതിലേക്ക് സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഞങ്ങളെ വിളിച്ച സർവകൃപാലുവായ ദൈവത്തിന് നിത്യ തേജസ്സിനെ പ്രാപിച്ചുകൊണ്ട് ആ നിത്യമായ രാജ്യം കൈവശമാക്കുവാൻ, നിത്യമായ രാജ്യത്തിന് അവകാശിയെ തിരുവാൻ, ആ സന്തോഷം അനുഭവിക്കാൻ വേണ്ടി ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തിയിരിക്കുന്ന ദൈവസന്നിധിയിലേക്ക് ഞങ്ങളെ വിട്ടുകൊടുത്തു. അതുകൊണ്ടാണ് ഞങ്ങൾ ഉറപ്പോടെ നിൽക്കുന്നത്. ഇന്ന് പകൽ ആരെങ്കിലും എന്നെ കേൾക്കുന്ന വിശ്വാതാവേ, ദൈവവചനത്തിന് വിരുദ്ധമായി, അടിസ്ഥാന വിരുദ്ധമായി നീ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ദൈവാത്മാവ് ഇതിനോട് ഇടപെടട്ടെ. ഞാൻ ഈ മെസ്സേജൊക്കെ പറയുമ്പോൾ എന്നെ വളരെ ചീത്ത വിളിക്കുന്ന ആളുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? കഴിഞ്ഞ ദിവസം ഞാൻ ഒരു മെസ്സേജ് ഇട്ട്, ഒരു ചെറിയ ഷോർട്ട് മെസ്സേജ് പറഞ്ഞപ്പോൾ അതിന് താടി എൻ്റെ ഒരു കമ്മിറ്റി ഇട്ടിരിക്കുന്ന സഹോദരൻ നിങ്ങൾ കണ്ടുപോയിരിക്കുന്നു. അത് പത്തനംതിട്ടക്കാരനാണ് ആണെന്ന് ഞാൻ നോക്കിയപ്പോൾ കാണുന്നത്. എനിക്ക് തോന്നുന്നു അങ്ങനെ തോന്നുന്നു. അദ്ദേഹം ഭയങ്കര തെറിയ വിളിച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടേ. ഞാനതിന് ഒരു ഗോഡ് ബ്ലെസ് യു ഒക്കെ ഇട്ടിട്ടുണ്ട്. ഗോഡ് ബ്ലെസ് യു ഒക്കെ ഇട്ട് അദ്ദേഹത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. കാരണം അദ്ദേഹം എന്നെ വിളിച്ച തെറി അതൊക്കെ പണ്ട് കാലത്ത് ഞാൻ വിളിച്ചു നടന്നിട്ടുള്ളൂ. അദ്ദേഹത്തിന് പുതിയത് അറിയത്തില്ല, പഴയതേ അറിയത്തുള്ളൂ. പുതിയ തെറി വല്ലതും അറിയായിരുന്നെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് ഒരു കുറച്ചുകൂടെ ഒരു ക്രെഡിറ്റ് ഉണ്ടായിരുന്നു. പഴയത് മാത്രം പഴഞ്ചം വെച്ചുകൊണ്ടിരിക്കുക. ഞാൻ പുതിയതാണ് എല്ലാം ചെയ്യുന്നത്, പുതിയത്. ഞാൻ പുതിയതെന്ന് പറയുമ്പോൾ ഞാൻ പഴയതായിരുന്നു, ഇദ്ദേഹത്തെ പോലെ തന്നെയായിരുന്നു. പക്ഷെ ഞാനതൊക്കെ മാറ്റി കളഞ്ഞിട്ട് ഞാൻ പുതിയത് ഏറ്റെടുത്തു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വചനം ഏറ്റെടുത്തു. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ തെറിക്ക് അദ്ദേഹത്തെ പ്രതിരോധിക്കാനോ അദ്ദേഹത്തെ ഉടക്കുണ്ടാക്കാനോ എന്താ അങ്ങനെ പറഞ്ഞെന്നോ അദ്ദേഹത്തെ ബ്ലോക്ക് ചെയ്യാനോ ഹൈഡ് ചെയ്യാനോ ഒന്നും ഞാൻ പോയില്ല. ഞാൻ എന്ത് ചെയ്തു? അദ്ദേഹത്തിന് ഗോഡ് ബ്ലെസ് യു അവൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലെങ്കിൽ എൻ്റെ സഹോദരന്മാരെ, താങ്കൾ നിന്ന് ചിന്തിക്കണം. താങ്കൾ ഒരു പത്തനംതിട്ടക്കാരനാണെങ്കിൽ ഞാനും പത്തനംതിട്ടക്കാരൻ തന്നെ. പത്തനംതിട്ടക്കാരൻ റാന്നി താലൂക്കിൽ വെച്ചുച്ചിറ പഞ്ചായത്തിൽ കൊല്ലമുളയിലെ ചാത്തന്തറ എന്ന് പറയുന്ന സ്ഥലത്ത് ജീവിച്ചു വളർന്ന ഒരു വ്യക്തിയാണ്. താങ്കളിപ്പം താങ്കളുടെ നാട്ടുകാരനാണ്. താങ്കൾ എന്നെ എത്രമാത്രം തിരുവിളിച്ചപ്പോൾ എനിക്ക് താങ്കൾ വളരെ സന്തോഷം തോന്നി. താങ്കൾക്കൊരു മാനസാന്തരം തരുന്നതിനിടെ അങ്ങനെയൊക്കെ ജീവിച്ചത് നിങ്ങൾ എന്നെ, ഞാൻ ഇത്ര പറയാൻ അഡ്രസ് പറഞ്ഞത്, നിങ്ങൾ എന്നെ വെച്ച് ചോദിച്ചാൽ എന്റെ സ്വഭാവങ്ങൾ അറിയാം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ മാതാപിതാക്കളെ ഞാൻ പറയട്ടെ, നമ്മൾ ദൈവവചനം പ്രസംഗിക്കുന്ന ആരെയും ഉപദ്രവിക്കാനല്ല, ദൈവവചനം പ്രസംഗിക്കുന്ന ആരെയും ഉപദ്രവിക്കാനല്ല, ആരെയും മതം മാറ്റാനല്ല, ആരെയും മതത്തിലേക്ക് ചേർക്കാനല്ല. മതം മാറ്റുക, മതത്തിലേക്ക് ചേർക്കുക, ആളിനെ മാറ്റുക, പേര് മാറ്റുക എന്നുള്ള ജോലിയൊന്നും ഞങ്ങളുടെ ഇതിലൊക്കെ അതൊക്കെ ചെയ്യുന്നവർ കാണും. പക്ഷെ ഞങ്ങളത് ചെയ്യാറില്ല. ഈ പേര് മാറ്റുക, മതം മാറ്റുക എന്നൊക്കെ പറഞ്ഞാൽ അത് സർക്കാരിന്റെ ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങളാണ്. ഞങ്ങൾ പ്രസംഗിക്കുന്ന ദൈവത്തിന്റെ പദം സുവിശേഷം എന്തിനാണ് പ്രസംഗിക്കുന്നത്? പാപത്താൻ നിറയപ്പെട്ട്, ശാപത്താൻ നിറയപ്പെട്ട്, കണ്ണുനീരിലൂടെ കടന്നു പോകുന്ന, രോഗത്തിന്റെ തടി കടന്നു പോകുന്ന, സമാധാനമില്ലാത്ത കുടുംബങ്ങൾ ചിന്ന ഭിന്നമായി കിടക്കുന്ന കുടുംബങ്ങളെയും യഥാസ്ഥാനപ്പെടുത്തുവാൻ വേണ്ടി, അവർ നല്ല നേരായ പാതയിൽ നടക്കുവാൻ, നല്ല ജീവിതം നയിപ്പാൻ, ഒരു മനസ്സാന്തര അനുഭവം ഉണ്ടാകാൻ വേണ്ടി അതിനുള്ള സത്യസുവിശേഷം പറയുന്നുള്ളതേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സഭയിൽ കടന്നു വരാം, ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുക. ഞങ്ങൾ നിങ്ങളുടെ മതം മാറാനോ പേര് മാറാനും പറയുന്നില്ല. ദൈവസഭയിൽ കടന്നു വരുന്ന ആരും ഞങ്ങൾ സ്വീകരിക്കും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞങ്ങളുടെ കർത്തവ്യം ദൗത്യം അതാണ്. പാപത്തിലേക്ക് വീണു പോകുന്ന മനുഷ്യൻ വീണ്ടും പാപത്തേക്ക് തള്ളിയിടാൻ ഞങ്ങളില്ല.
എന്റെ പഴമക്കാർ പറയില്ലേ, എടാ എരിയുന്ന തീയിലാണോ വെള്ളം ആ എണ്ണ കോരി ഒഴിക്കുന്നത് ചോദിക്കാറില്ലേ. എരിയുന്ന തീയിലേക്ക് എണ്ണ കോരി ഒഴിച്ചാൽ വീണ്ടും ആളി കത്തും എന്ന് പറഞ്ഞ പോലെ ഒരു മനുഷ്യൻ തകരുന്നത് കാണുമ്പോൾ, ഒരു മനുഷ്യൻ നശിച്ച് കാണുമ്പോൾ, മദ്യത്തിന് അടിമയായി, പാൻമസാലകൾക്ക് അടിമയായി, മയക്കുമരുന്നുകൾക്ക് അടിമയായി തീരുന്ന കാണുമ്പോൾ, കുടുംബത്തിൽ പ്രശ്നം, കലഹത്തിൽ കലഹമുണ്ടാകുമ്പോൾ, ദേശത്ത് പ്രശ്നക്കാരായി മാറുമ്പോൾ അവനെ ആ പ്രശ്നത്തേക്ക് ഞങ്ങൾ തള്ളിവിടത്തില്ല. ഏതെങ്കിലും വിധത്തിൽ ആ മനുഷ്യൻ എങ്ങനെയും പിന്തിരിപ്പിച്ച് കൊണ്ടുവന്ന ആ മനുഷ്യൻ നല്ലൊരു വ്യക്തിയാക്കി എടുക്കാൻ പറ്റുമെങ്കിൽ അതിന് ഞങ്ങൾ ശ്രമിക്കും. അതാണ് ഞങ്ങൾ പറയുന്ന സുവിശേഷം. അത് ക്രിസ്തു ഞങ്ങളെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ സുവിശേഷം വിളിച്ചു പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ചീത്ത വിളിക്കുമ്പോഴേക്കും ഞങ്ങൾ മറുപടി പറയാത്തത്. ഹല്ലേലൂയ, സ്തോത്രം. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ, ഹല്ലേലൂയ, അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം അല്പകാലത്തേക്ക് നിങ്ങൾക്ക് കഷ്ടമുണ്ട്, സങ്കടമുണ്ട്, ദുഃഖമുണ്ട്. മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, യുവതി, യുവാക്കന്മാരോട് പറയട്ടെ, അല്പകാലത്തേക്ക് നിനക്ക് കഷ്ടമുണ്ട്. പരീക്ഷകളുണ്ട്, പരിശോധനകളുണ്ട്. പരീക്ഷകളും പരിശോധനകളും കടന്നു വരുമ്പോൾ അതിനോടുകൂടെ പോക്കുവഴി കൂടെ തരുന്നവനായ ദൈവം നിന്നെ ആ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന ഉറപ്പ് നിനക്കുണ്ടാകണം. ഹല്ലേലൂയ, രക്തം ചെയ്യും. അതുകൊണ്ട് നമ്മൾ ആരും ജീവിതം തകർന്നു പോകരുത് കേട്ടോ. തകരരുത്, തകരാതെ നിൽക്കണം. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ഞാനൊക്കെ ഒരുപാട് കഷ്ടതയിലൂടെ കടന്നു വന്ന ആളാണ് സഹോദരൻ. ഒരുപാട് എൻ്റെ ജീവിതമൊക്കെ അത്ര കഷ്ടതയിലൂടെ കടന്നു പോകുന്നതാണ്. ഇന്നും ഞാൻ ഒരുപാട് കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ആളാണ്. ഹല്ലേലൂയ, നല്ല സ്തോത്രം. ഇന്നാളിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഒരു സമയം ഞാൻ ഈ ഫേസ്ബുക്കിൽ എല്ലാ ദിവസവും വളരെ പ്രസംഗിക്കുന്നുണ്ടല്ലോ, യൂട്യൂബിൽ അത് ഇരുന്നുകൊണ്ടല്ലോ. അപ്പൊ എല്ലാവരും പാസ്റ്റ് കേരളത്തിൽ എപ്പോഴാണ് വരുന്നത്, ഇന്ത്യയിലേക്ക് എപ്പോഴാണ് വരുന്നത് എന്നൊക്കെ ചോദിക്കാം. എന്നെ കേൾക്കുന്ന സഹോദരൻ, ഞാൻ കേരളം വിട്ട് ഒരു സ്ഥലത്തേക്കും പോയിട്ടില്ല. കേരളം വിട്ട് ഒന്നൊക്കെ സ്ഥലത്ത് പോയിട്ടുണ്ട്. ഒന്ന് കർണാടകത്തിൽ പോയിട്ടുണ്ട്, നാട്ടിൽ പോയിട്ടുണ്ട്. പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോയത് ഒരു സഹോദരന്റെ കൂടെ. അങ്ങനെ 2 പ്രദേശങ്ങളെ കറങ്ങിയിട്ട് ഞാൻ വിദേശ രാജ്യത്തെ കണ്ണുകൊണ്ടുപോലും കണ്ടിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയൊന്നും ചിന്തിക്കരുത് കേട്ടോ. ഞാനിപ്പോൾ വിദേശ രാജ്യത്തെങ്ങാണ്ടുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെ എന്നെ പലരും വിളിച്ച് ചോദിക്കാറുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ നിങ്ങളെ പോലെ സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ്. അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ നിത്യദേശനെ വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവത്തിന്റെ സന്നിധിയില് എന്നെ നിർത്തിക്കൊണ്ട്, എന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട്, എന്നെ ഏൽപ്പിച്ച ദൗത്യം കേരളത്തിന്റെ മണ്ണിൽ ഗുരുവായൂരുന്നോട് ചെയ്യുന്നുള്ളതേ ഉള്ളൂ. ഞാൻ ദേശത്ത് താമസിക്കുന്നു, അല്ലേ? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നം, നമ്മളെല്ലാം ദൈവത്തിന്റെ മക്കളാണ്. ദൈവത്തിന് ഒരു മതവുമില്ല, ദൈവത്തിന് ഒരു ജാതിയുമില്ല. ദൈവത്തിന്റെ കരങ്ങൾ കൊണ്ട് സൃഷ്ടിച്ച 2 ജാതി ആണും പെണ്ണും. ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു, അങ്ങനെ ചിന്തിക്കുന്നു, അല്ലേ? അതുകൊണ്ട് ഞാൻ എല്ലാവരും സഹോദരങ്ങളെ പോലെ കാണാൻ ആഗ്രഹിക്കുക, എല്ലാവരും ഒരുപോലെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുക. എന്റെ മുമ്പിൽ വലിയവനോ ചെറിയവനോ ഇല്ല. കർത്താവ് യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ ഭൂമി ശുശ്രൂഷയാകുക. കർത്താവ് യേശു വലിയവനും ചെറിയവനും തരംതിരിവില്ലായിരുന്നു. യേശു എല്ലാവരും ഒരുപോലെ സ്നേഹിച്ചു. ഹല്ലേലൂയ. പാപിനിയായ സ്ത്രീയും വിദ്യാരംഭത്തിൽ പിടിച്ച സ്ത്രീയെ കുഷ്ഠരോഗി അടുത്ത് വന്നപ്പോൾ ഗുരുടനും ചെകിടനും കൂടത്തിനും ഒക്കെ അടുത്ത് ചെന്നപ്പോൾ അവരെല്ലാം തന്നോട് ചേർത്ത് പിടിച്ചു. മുഖപക്ഷം കാണിച്ചില്ല. അതുകൊണ്ട് ഞാൻ ഈ ഭൂമി ശുശ്രൂഷിക്കുന്നിടത്തോളം കാലം, ഈ ഭൂമി ജീവിക്കുന്നത് ആരോടും മുഖപക്ഷം കാണിക്കും. ആരുടെ ജാതി എനിക്കറിയേണ്ട, പേര് ആരുടെ ജാതിയോ മതമോ അവന്റെ കുലങ്ങളോ ഒന്നും എനിക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല. അവനെ സഹോദരനായി, അവളെ സഹോദരിയായി ചേർത്ത് പിടിക്കുക, സ്നേഹം കൈമാറുക. അത് ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ നിന്ന് അല്ലേ ആയിരിക്കണം. യേശുക്ക് നമുക്ക് തന്നിരിക്കുന്ന ആ സ്നേഹമായിരിക്കണം, അല്ലേ? അതുകൊണ്ട് ദൈവത്തിന്റെ വചനം, അവൻ നിങ്ങളെ തേജസ് പ്രാപിച്ച് നിങ്ങൾക്കുള്ളിൽ വസിച്ചുകൊണ്ടിരിക്കുന്നു. ക്രിസ്തു തേജസ്സിന്റെ പ്രത്യാശയായി നിങ്ങൾക്കുള്ളിൽ ഇരിക്കുന്നു എന്നുള്ള ആ രഹസ്യം കൊലോസിലേഖനം 1:27 വാക്യം വായിച്ചാൽ കാണാൻ കഴിയും. പൗലോസ് പറയുന്നുണ്ട്, മഹത്വത്തിന്റെ പ്രത്യാശയായിരിക്കുന്ന ക്രിസ്തു നിങ്ങൾ ഇരിക്കുന്നു എന്നാണ്. അപ്പൊ മഹത്വത്തിന്റെ പ്രത്യാശയായിരിക്കും ക്രിസ്തു നമ്മൾ ഇരിക്കുന്നു എന്നൊരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന മാതാവി, പിശാചിന് നിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിശാചെന്ന് പറഞ്ഞവൻ ആളും ഭാവവും രൂപമൊന്നും ഇല്ലാത്തവൻ, അസ്ഥി മാംസമൊന്നും ഇല്ലാത്തവനാണ്, അല്ലേ? പിശാചിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പിശാചിനെ കാണാൻ പറ്റത്തില്ല. പിന്നെ എങ്ങനെയാ പിശാചിനെ കാണുന്നത്? അവൻ മനുഷ്യരൂപത്തിൽ വരും. മനുഷ്യരൂപത്തിൽ മനുഷ്യനിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പം ചില സമയങ്ങളിൽ പിശാചിനെ കാണാൻ ചില മനുഷ്യനെ നോക്കിയാൽ മതി, അല്ലെങ്കിൽ അല്ലാതെ ആ പിശാചിനെ നേരിട്ട് കാണാൻ പറ്റില്ല. ചിലർ അതിലേ വന്നു, ഇതിലേ വന്നു, അവിടെ കണ്ടു, ഇവിടെ കണ്ടു, അത് അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്നവരുണ്ട്. ഞാൻ താമസിക്കുന്ന ഈ വീടിന്റെ അടുത്ത റൂമിൽ താമസക്കാരുണ്ട്. അപ്പൊ ഞങ്ങളുടെ വീട് റോഡ് സൈഡിലാണ്. റോഡിൽ നിന്ന് അടുത്ത റോഡിന്റെ അപ്പുറത്തെ വീടൊക്കെ കാണും. അവിടെ കുറെ വാഴയൊക്കെ ഉണ്ട്.
അപ്പൊ അവർ മുറ്റത്തിറങ്ങി എപ്പോഴും ഇതൊക്കെ അനങ്ങും. അവരിപ്പോഴും പറയും, അയ്യോ അങ്ങോട്ട് നോക്കാൻ പറ്റില്ല പാസ്റ്റേ, അങ്ങോട്ട് നോക്കുമ്പോൾ എന്തൊക്കെയോ അവിടെ അനങ്ങുന്നു. ഞാനൊരു ഇതൊക്കെ പാടി, ഇതൊക്കെ പണ്ടത്തെ കാലത്തോട്ട് പിതാക്കന്മാർ പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചതാ, അങ്ങനെയൊക്കെ ഇവിടെ ഉണ്ടാകുമെന്ന്. അതൊന്നും കണ്ട് ഭയപ്പെടരുത്. അങ്ങനെയൊക്കെയുള്ള ആളുകൾ ഇന്നും ഉണ്ട് കേട്ടോ. ഞാനിത് പറയുമ്പോൾ അടുത്ത റൂമിൽ കിടക്കുന്നത് കേൾക്കുന്നുണ്ടായിരിക്കും. എന്നാൽ എനിക്ക് കേൾക്കുന്നത്, നമ്മൾ ഈ ലോകത്തെ ഭയപ്പെടരുത്. അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ അല്ലരിയ നിങ്ങളെ ക്രിസ്തുവേശുവിന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായി ദൈവം നിന്റെ ഉള്ളിൽ വസിക്കുന്നുണ്ടെങ്കിൽ, ആ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ, ഈ ലോകത്തിന്റെ സാത്താന്മാരി ശക്തികളെ ഭയപ്പെടേണ്ടതില്ല എന്നാണ് പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ നിങ്ങൾക്ക് കൈമാറുന്ന ദൂത്. പ്രൈസലോ. അതുകൊണ്ട് നിങ്ങൾ തളരരുത് അല്ലേലൂയ. നിങ്ങളുടെ ഉള്ളിൽ കർത്താവ് വസിക്കുന്നു. അതെ, നിങ്ങൾക്കുള്ളിൽ മഹത്തായ ഒരു വിത്ത് അവൻ വിതച്ചിരിക്കുന്നു. അല്ലെ, നിങ്ങൾക്കുള്ളിൽ ഒരു മഹത്തായ വിത്ത് വിതച്ചിരിക്കുന്നു. ആ വിത്ത് എന്താണ്? ആ വിത്ത് കർത്താവായ യേശു ക്രിസ്തു തന്നെ. അല്ലേലൂയ. ക്രിസ്തു തന്നെ ആ മഹത്തായ വിത്ത്. അല്ലെ, ക്രിസ്തു എന്ന വചനം ജഡമായി തീർന്നു. അല്ലേലൂയ. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഒരു വിത്ത് വിതച്ച, എന്താണ് വിത്ത്? അത് മഹത്വത്തിന് പ്രത്യാശയ ക്രിസ്തു. അല്ലേലൂയ. ആ ക്രിസ്തു എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ വിതയ്ക്കപ്പെട്ടത്? അത് വചനമായിരുന്നു. ആ വചനം ജഡമായി തീർന്നു എന്നാണ്. അല്ലേലൂയ. അതാണ് നമ്മൾ ഈ സ്തോത്രം. അല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷമൊക്കെ വായിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. അല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനൊരു വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർന്നു. അപ്പം വചനമായിരുന്ന കർത്താവ്. അപ്പം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം വയ്ക്കും, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദ്യം ദൈവത്തോടു കൂടെയായിരുന്നു. ഈ വചനമായിരുന്ന കർത്താവ് ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അല്ലേലൂയ. അവിടെ എന്നെ കേൾക്കുന്നപ്പോൾ ഈ വിത്ത് എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ വിത്താണ് നമ്മുടെ ഉള്ളിൽ വിതച്ചത്. അതാണ് മഹത്വത്തിന് പ്രത്യാശയായ ക്രിസ്തു. നിങ്ങൾ ഇരിക്കുന്നുവെന്ന് പൗലോസ് സഭയ്ക്ക് പറഞ്ഞത്. അപ്പൊ ഈ വിത്ത് നിങ്ങളുടെ ഉള്ളിൽ വിതച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അല്ലേലൂയ, അതിനെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ കർത്താവ് പറഞ്ഞിരുന്നു. ഈ മഹത്വത്തിന് പ്രത്യാശയായ ക്രിസ്തു, ആ വിത്ത് നമ്മുടെ ഉള്ളിൽ വിതയ്ക്കപ്പെടുമെന്ന് ഉൽപ്പത്തി പുസ്തകം 3:15 പറഞ്ഞു വെച്ച ദൂതാണ്. ഉൽപ്പത്തി പുസ്തകം 3:15 എന്താണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്? അവിടെ വായിച്ചു നോക്കാം. ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അല്ലേലൂയ. അറിയിക്കുന്നു, ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. അത് സ്ത്രീയുടെ സന്തതിയായി കാലസമ്പൂർണതയിൽ അല്ലേലൂയ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു മറിയയുടെ ഉദരത്തിൽ, കനികാ മറിയത്തിന്റെ ഉദരത്തിൽ ജന്മം കൊണ്ട് പരിശുദ്ധാത്മാവിൽ മറിയ ആ കുഞ്ഞിന് 10 മാസം ഉദരം കൊടുത്തു. ഉദരത്തിൽ 9 മാസം 9 ദിവസം 9 വിനാഴിക 9 അത്രയും മറിയ എന്ത് ചെയ്തു? തന്റെ ഉദരത്തിൽ വളരുന്ന പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട് ഗർഭം ധരിച്ച ശിശുവിന് വേണ്ടി തന്റെ ഉദരം കൊടുത്തു. മറിയ ആ കുഞ്ഞിനെ അവസാനം സമയമായപ്പോൾ പ്രസവിച്ചു. ആ കുഞ്ഞ് 33 തിരുവയസ്സുവരെ ജീവിച്ചു. അല്ലേലൂയ. ആ യേശു കർത്താവ്, യേശുങ്ങളുടെ ഇന്നും കുഞ്ഞല്ല കേട്ടോ. അല്ലേ, അവൻ ദൈവമായിരുന്നു, വചനം ജഡമായി തീർന്നു. ആ ജഡമായി തീരാൻ വേണ്ടി ചെയ്ത ഒരു കാര്യമാണ് അത്. അല്ലേ, ആ ക്രിസ്തു എന്ന് പറഞ്ഞ വിത്താണ് നമ്മുടെ ഉള്ളിൽ വിതച്ചത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, നിങ്ങളുടെ ശരീരമാകുന്ന മൺപാത്രത്തിലാണ് ഈ വിത്ത് വിതച്ചത്. നിങ്ങളുടെ ശരീരമാകുന്ന മൺപാത്രത്തിലാണ് ഈ വിത്ത് വിതച്ചത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ശരീരമാകുന്ന മൺപാത്രത്തിൽ ഈ വിത്ത് വിതച്ചു എന്നറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ ശരീരമാകുന്ന മൺപാത്രത്തെ നീ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കണം. ഹല്ലേലൂയ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ ശരീരമാകുന്ന മൺപാത്രം അതിനെ നീ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കണം. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് കാര്യം പറയട്ടെ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പലരും കടയിൽ പോയി പയറ്, ഗോതമ്പ് അല്ലെങ്കിൽ മറ്റ് പയർമണികൾ, വിത്തുകൾ നിങ്ങൾ വാങ്ങുമല്ലോ. നിങ്ങളുടെ വീട്ടിൽ ഉപയോഗത്തിന് കറി വെക്കാനൊക്കെ ഉള്ള സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിട്ട് നിങ്ങൾക്ക് പയറ്, പരിപ്പ്, കടല ഇതൊക്കെ മേടിച്ചോണ്ട് വരുമല്ലോ. ഇതൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളുടെ പാത്രത്തിനകത്ത് നിങ്ങൾ ഇട്ട് വെക്കും. അങ്ങനെ നിങ്ങളെ പാത്രത്തിൽ ഭരണിയിലോ കുപ്പിയിലോ ഒക്കെ ഇട്ട് വെക്കാൻ എടുക്കുമ്പോൾ ആ പഴയ ചെളി പിടിച്ച, തുരുമ്പ് പിടിച്ച, ക്ലാവ് പിടിച്ച, പൂപ്പല് പിടിച്ച പാത്രത്തിൽ നിങ്ങൾ ഇട്ട് വെക്കും? ഒരിക്കലും ഇട്ട് വെക്കത്തില്ല. നിങ്ങളെ കൊണ്ടുവന്ന കടയിൽ മേടിച്ചുകൊണ്ടുവന്ന സാധനം നിങ്ങൾ ആ ഇട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രം എടുത്ത് നന്നായിട്ട് തുടച്ച് അതിനകത്തെ പൊടിയെല്ലാം കളഞ്ഞ് പൂപ്പലെല്ലാം കളഞ്ഞിട്ട് ആ പാത്രം വൃത്തിയാക്കിയിട്ടാണ് നിങ്ങൾ ആ വിത്ത് അതിനകത്ത് എടുക്കുന്നത്. അല്ല, 1000 മണി നിങ്ങൾ കൊണ്ടുവന്ന ആ സാധനം എടുക്കുക.
കാരണം അത് തുടയ്ക്കാതിട്ടാൽ അത് ആ സാധനം മോശമായി പോകും, പൂപ്പൽ പിടിച്ചു പോകും. അതുകൊണ്ട് നിങ്ങൾ ആ പാത്രം വൃത്തിയാക്കി നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്ന ആ വിത്ത് അതിനകത്തിട്ട് ആ പയർമണി ഇട്ട് വെച്ച് പിന്നെ ഉപയോഗിക്കുന്നത് പോലെ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ക്രിസ്തു എന്ന വിത്തിന് ആ വിത്ത് വിതയ്ക്കാൻ വേണ്ടി ആദിയിൽ വചനമായിരുന്നവൻ വചനം ജലമായി തീർന്ന ആ മഹത്വത്തിന് പ്രത്യാശയായ ക്രിസ്തു എന്ന വിത്ത് നിന്റെ ഉള്ളിൽ വിതയ്ക്കാൻ വേണ്ടി അവൻ നിന്റെ മൺകൂടാരത്തെ, നിന്റെ മൺപാത്രങ്ങളെ അവൻ തെരഞ്ഞെടുത്തു. ഈശ്വരോ, അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ ലേഖനം ഹല്ലേലൂയ 4-ാമത്തെ 7-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ ആകുന്നുള്ളത്. ഓർത്തു വയ്ക്കേ. അപ്പം ക്രിസ്തുവാകുന്ന വിത്ത്, ആ നിക്ഷേപം നമ്മുടെ മൺപാത്രങ്ങളിൽ, ഈ ശരീരം മൺപാത്രമാണ്, നിലത്തെ പൊടി കൊണ്ട് ദൈവം നിർമ്മിച്ചെടുത്തതാണല്ലോ. ഈ മൺപാത്രത്തിലാണ് ക്രിസ്തു എന്ന വിത്ത് വിതച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവ് പിതാവേ, നമ്മുടെ മൺപാത്രമാകുന്ന ശരീരത്തെ നമ്മൾ ജീവിതത്തിൽ സൂക്ഷിക്കണം, കാത്തു സൂക്ഷിക്കണം. പാപത്തിന്റെ ഉള്ളിൽ പേരരുത്, പാപത്തിന് നീ ഇടം കൊടുക്കരുത്, പാപത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കരുത്. കഴിഞ്ഞകാല ജീവിതത്തിന്റെ അകൃത്യങ്ങളെ നീ വിട്ടുകളയണം. നിനക്കുള്ള നന്മ മുഴുവൻ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. നിന്റെ നന്മ നിനക്ക് പ്രാപിക്കാൻ കഴിയാതെ, നീ അനുഗ്രഹത്തിൽ ഉയർച്ചയിലേക്ക് വരുവാൻ കഴിയാതെ, നിന്റെ കുടുംബത്തെ നശിപ്പിക്കുന്ന ദുഷ്ടശക്തികളെ നീ തിരിച്ചറിയണം. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിന്റെ പിശാചിത ദൃഷ്ടി വെച്ചിട്ടുണ്ട്. നിന്റെ തലമുറയെ നശിപ്പിക്കാൻ വേണ്ടി പലതും ചെയ്തിട്ടുണ്ട്. നിന്റെ തലമുറയെ ഭൂമിയിൽ നീക്കിക്കളയത്തക്ക നിലയിൽ മരണം നിന്റെ മുമ്പിൽ നിന്റെ തലമുറയ്ക്ക് നേരെ വന്നിട്ടില്ലേ? മരണത്തെ നീ മുഖാമുഖം കണ്ടിട്ടില്ലേ സഹോദര സഹോദരി? ആമി, ഇനി ഭൂമി ജീവിക്കുമോ? ഇനി ഭൂമി ജീവിക്കാൻ പറ്റുമോ? എന്റെ മാതാപിതാക്കളെ, സഹോദരങ്ങളെ എനിക്ക് കാണാൻ കഴിയുമോ? ആമി, എന്റെ മക്കളെ എനിക്ക് കാണാൻ കഴിയുമോ? ഹല്ലേലൂയ. ഞാൻ എന്റെ ഭവനത്തിലേക്ക് ഇനി ജീവനോടെ മടങ്ങി ചെല്ലുമോ എന്നൊക്കെ ഓർത്ത് നീ വിഷമിച്ച് കണ്ണുനീർ തൂകിയ രാത്രികളില്ലേ? കണ്ണുനീർ തൂകിയ ദിവസങ്ങളില്ലേ? ആമി, നീ കരഞ്ഞ് ആമി പ്രാർത്ഥിച്ച ദിനങ്ങളില്ലേ? അങ്ങനെ നിന്നെ അലട്ടുന്ന എത്രയെത്ര പ്രശ്നങ്ങൾ നിന്റെ മുമ്പിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് നിന്നെ തകർത്ത് കളയാതെ നിർത്തിയിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഈ ക്രിസ്തുവാകുന്ന വിത്ത് നിന്റെ മൺപാത്രങ്ങൾ നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഹല്ലേലൂയ, അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ, ഹല്ലേലൂയ സ്തോത്രം, വിളിച്ചിരിക്കുന്ന അല്പകാലത്തെ കഷ്ടത്തിൽ നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായി ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് നീ ദൈവത്തിലേക്ക് മടങ്ങി വരണം. നിന്റെ ഭാരങ്ങൾ, പ്രയാസങ്ങൾ, നൊമ്പരങ്ങൾ, നിന്റെ കഷ്ടതകളെല്ലാം കർത്താവ് മാറ്റിത്തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ചില ആളുകൾ നമ്മളോട് വളരെ കോപിക്കാറുണ്ട്. ഹല്ലേലൂയ. എന്നോട് ഒരുപാട് പേര് കോപിക്കും. എനിക്കറിയത്തില്ല എന്താണ്. ഞാൻ കഴിയുന്നതും ആർക്കും ഒരു ദോഷം ചെയ്യാതെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. പണ്ടതൊക്കെ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇപ്പം ഞാൻ ആർക്കും ഒരു ദോഷം ചെയ്യരുതെന്നാണ്. എങ്കിലും ചിലരൊക്കെ കോപിക്കും. കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് 2 സഹോദരന്മാരോടും വളരെ കോപിച്ചു കേട്ടോ. കോപിച്ചു. എന്തിനാന്ന് വെച്ചാൽ ഞാൻ ഒരു സഹോദരനെ ഉറക്കത്തിൽ വിളിച്ചെണീപ്പിച്ചു, അത്രയേ ഉള്ളൂ. ഹല്ലേലൂയ. ഒരു സഹോദരനെ ഉറക്കത്തിൽ വിളിച്ചെണീപ്പിച്ചപ്പോഴത്തേനും അത് അത്യാവശ്യം കൊണ്ട് വിളിച്ചതാണ്. അത്യാവശ്യമാണ്. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെടാതെ വന്നപ്പോൾ എന്നെ ഭയങ്കരമായിട്ട് ശാസിച്ചു. ഹല്ലേലൂയ. എനിക്കത് സന്തോഷമായിട്ട് തോന്നി. ഞാൻ സന്തോഷമായിട്ട് തോന്നി. എന്താ, ഞാൻ ചിന്തിച്ചിത്രേ ഉള്ളൂ. അദ്ദേഹം നല്ല ഉറക്കത്തിലായിരുന്നു. ആ ഉറക്കത്തെ ഞാൻ അസഹ്യപ്പെടുത്തിയല്ലോ, അതുകൊണ്ട് ദേഷ്യമായിരിക്കുമെന്ന് ഞാൻ അങ്ങ് ചിന്തിച്ചു കേട്ടോ. തിരിച്ചൊന്നും പറയാൻ പോയില്ല. അത് ശാസനം മുഴുവൻ കേട്ടു. പിന്നെ ഒരു സഹോദരൻ വിദേശത്ത് എന്നെ വളരെ ശാസിച്ചു കേട്ടോ, വളരെ. ഹല്ലേലൂയ. അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല, ഇതുപോലുള്ള കാരണങ്ങൾ തന്നെയാണ്. നമ്മൾ ആരെയും ദ്രോഹിക്കാനില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കാൻ തയ്യാറായിരിക്കുന്ന വ്യക്തിയാണ്. ഞാൻ ആരെയും ദ്രോഹിക്കാനില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നതാണ്. ലോകത്തിൽ 800 കോടി ജനത്തിന് വേണ്ടി ഒരു ദിവസം പല പ്രാവശ്യം പ്രാർത്ഥിക്കുന്നയാളാണ് ഞാൻ. ഹല്ലേലൂയ. നിങ്ങൾ എന്റെ ബന്ധുവോ സ്വന്തോ സ്വന്തക്കാരോ എന്നെ ഞാനുമായിട്ട് ഒരു പരിചയമില്ല, ഞാൻ കണ്ടിട്ടില്ല. പല രാജ്യക്കാരും പല ഭാഷക്കാരുമാണ്. ഹല്ലേലൂയ. എന്നാലും നിങ്ങളെല്ലാം എന്റെ സഹോദരങ്ങളാണ്. നിങ്ങളെല്ലാം എന്റെ സഹോദരങ്ങളാണെന്ന്, നിങ്ങളെല്ലാം ക്രിസ്തുവിന്റെ മക്കളാണെന്ന് വിശ്വസിക്കുക. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും കോപത്തിന്റെ പാത്രമായി മാറരുത്. നമ്മുടെ ഈ മൺകൂടാര, ഈ ശരീരമാകുന്ന പാത്രത്തെ, ഈ മൺപാത്രത്തെ കോപത്തിന്റെ പാത്രമാക്കി മാറ്റരുത്. അത് ലേഖനത്തിൽ പറഞ്ഞു, നിങ്ങളുടെ മൺപാത്രം കോപത്തിന്റെ പാത്രങ്ങളായി മാറരുത്. നമ്മുടെ ഈ മൺകൂടാരത്തെ, ഈ പാത്രത്തിനകത്ത് ക്രിസ്തു എന്ന വിത്ത് വിതയ്ക്കണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നിന്റെ കുഞ്ഞിന്റെ ഉള്ളിൽ, നിന്റെ വീട്ടിനകത്തെ നിനക്ക് ദൈവം ദാനമായി തന്ന കുഞ്ഞുങ്ങളുടെ ശൈശവ പ്രായത്തിലുള്ള കുഞ്ഞുണ്ടല്ലോ, നിന്റെ വീട്ടിലെ ശൈശവ പ്രായമായിരിക്കുന്ന കുഞ്ഞിന്റെ ഹൃദയത്തിലും ബാല്യക്കാരായിരിക്കുന്ന കുഞ്ഞുങ്ങളിലും കൗമാരക്കാരായിരിക്കുന്ന കുഞ്ഞുങ്ങളിലും ക്രിസ്തുവാകുന്ന വിത്ത് നീ വിതയ്ക്കുന്നെങ്കിൽ ആ കുഞ്ഞു വളരും തോറും ആ വിത്തും വളർന്നുകൊണ്ടിരിക്കും.
പ്രൈസറോ ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ശൈശവത്തിൽ നിന്റെ കുഞ്ഞിൽ ക്രിസ്തുവാകുന്ന വചനമാകുന്ന വിത്ത് വിതച്ചാൻ ആ വചനം കുഞ്ഞിന്റെ ഉള്ളിൽ വളരും. അവൻ ബാല്യത്തിലേക്ക് എത്തുമ്പോൾ ആ വചനത്തിന് അവൻ ശ്രദ്ധ വെക്കും. അവൻ കൗമാര്യത്തിലേക്ക് വചനം വീണ്ടും വീണ്ടും അവൻ നിറയ്ക്കാൻ തുടങ്ങും. അങ്ങനെ യൗവനത്തിലേക്ക് എത്തുമ്പോൾ അവൻ നല്ലൊരു മനുഷ്യനായി മാറും. അവന്റെ വാർദ്ധക്യകാലം ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കണം. അവൻ വൃത്തനായാൽ അത് വിട്ടുമാറുകയില്ലെന്നാണ് ഒരു സദൃശവാക്യം വായിക്കുന്നത്. ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ ന്യായപ്രമാണത്തെ അനുസരിക്കാൻ തന്നെയാണ് 119 അല്ലെങ്കിൽ 105 വാക്യം വായിച്ചാലേ കാണാൻ കഴിയും. അതെ, അല്ലെങ്കിൽ 119 സംഗതി വായിക്കാം. നിങ്ങൾ വായിക്കണം കേട്ടോ. ഞാൻ വാക്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ലേ ഇല്ല, പെട്ടെന്ന് ദൈവാത്മാ വാക്യം ഓർപ്പിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ ചിത്തരി വന്ന് പെട്ടെന്ന് എടുത്ത് പറഞ്ഞതാണ്. അപ്പൊ നമ്മള് അല്ലേലിയ ദൈവത്തോട് ചേർന്നിരിക്കണം. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന, ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി നിന്നെ വിളിച്ചിരിക്കുന്നതാണ് കർത്താവ്. നീ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ദുഃഖത്തിന്റെ കണ്ണുനീരുമായി ഇരിക്കുവാനല്ല, ആത്മഹത്യക്ക് വേണ്ടി പകൽ ആരെങ്കിലും തയ്യാറിരിക്കുന്നതിന് മരിച്ചേക്കാം എന്ന് പറഞ്ഞ് ആരെങ്കിലും ഇരിക്കുന്നുണ്ട്. സഹോദര സൗരി, നീ മരിക്കരുത്. നീ മരിക്കുവാനല്ല ദൈവം നിന്നെ വിളിച്ചത്. നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുവാനല്ല. നിന്റെ മരണത്തോട്, നിന്റെ ആത്മഹത്യത്തോട് നിന്റെ ആത്മാവ് നിത്യ നരകത്തിലേക്ക് നീ കൊടുത്തിടരുത്. നിന്റെ ആത്മാവിനെ നിത്യ നരകത്തിലേക്ക് കൊടുത്തുവിടുന്ന ദുഷ്ടനായ ശത്രു നിന്നെ വിഴുങ്ങാൻ വേണ്ടി അലറുന്ന സിംഹം എന്നപോലെ തിരഞ്ഞു ചുറ്റി നടക്കുക. അവൻ അലറുന്ന സിംഹം എന്നപോലെ നിന്നെ തിരഞ്ഞു ചുറ്റി വന്നിട്ട് ഇനി നീ ജീവിക്കേണ്ട, നിന്റെ ജീവിതം അടുത്ത് നിന്നെ ആർക്കും ഇഷ്ടമില്ല. നീ തകർന്നു, നിന്നെ എല്ലാവർക്കും വെറുപ്പാ, നീ പോയി ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞ് നിനക്ക് വിഷകുപ്പി കാണിച്ചു തരും. അവൻ നിനക്ക് തൂങ്ങാനുള്ള കയർ കാണിച്ചു തരില്ലേ, സാരിത്തുമ്പ് കാണിച്ചു തരും. നിനക്ക് മരിക്കുവാനുള്ള വണ്ടിയുടെ മുമ്പിലോ കൊണ്ടുവന്ന ട്രെയിനിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിന്നെ പുഴയുടെ വക്കത്ത് കൊണ്ട് നിർത്തിയെന്ന് പറയും, ചാടിക്കൂ എന്ന് പറയും. എന്തിനാ? പിശാചിന്റെ രാജ്യത്തിലേക്ക്, നരകത്തിലേക്ക് ഒരാളിനെ ഇവിടെ കൊണ്ടുപോകാൻ വേണ്ടി അവൻ നിന്നെ കൊല്ലാൻ ശ്രമിക്കും. അതുകൊണ്ട് സഹോദരസൂരി, പ്രഭാതത്തിൽ നിന്നുള്ള ദൈവത്തിന്റെ വചനം പറയുകയാണ്, മരണത്തിന് വേണ്ടി നീ കാത്തിരിക്കുകയാണെങ്കിൽ നീ മരിക്കരുത്. നീ മരിക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത്. സ്തോത്രം, ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായിട്ട് ദൈവം നിന്നെ വിളിച്ചതാണ്. എന്റെ കഷ്ടം മാറുമെന്ന് നിന്നെ സ്നേഹിക്കുവാൻ യേശുവുണ്ട്. ആരും നിന്നെ സ്നേഹിച്ചില്ലെങ്കിലും, ആരും നിന്നെ കരുതിയില്ലെങ്കിലും, ആർക്കും നിന്നെ ഇഷ്ടമില്ല, എല്ലാവരും നിന്നെ വിടക്കെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയാലും നിന്നെ സ്നേഹിക്കുന്ന യേശുവുണ്ട്. ഈശ്വരോ, ആ യേശുവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നേ, ബുദ്ധിമാന്മാർ ആകാശമണ്ഡല പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നേക്കും പ്രകാശിക്കുമെന്ന് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12-3 വാക്യം വായിക്കുന്നുണ്ട്. അപ്പോസ്തലൻ പൗലോസ് പ്രകാരം എഴുതുന്നു, തന്റെ രാജ്യത്തിനും മഹത്വത്തിനും നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവത്തിന് യോഗ്യന്മാരായി നടപ്പാൻ തക്കവണ്ണം ഞങ്ങൾ നിങ്ങളിൽ ഓരോരുത്തരെ അപ്പൻ മക്കളെ എന്ന പോലെ പ്രബോധിപ്പിച്ചും ഉത്സാഹിപ്പിച്ചും സാക്ഷ്യം പറഞ്ഞും പോന്നു എന്ന് നിങ്ങൾ അറിയാമല്ലോ. 1 Thessalonians 2:11-12 വാക്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് വായിച്ച വചനത്തിലേക്ക് വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എന്താണ് വായിച്ച വചനം? 1 Thessalonians 5 എന്റെ 10 വാക്യം. ഹല്ലേലൂയ. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായി ദൈവം തന്നെ യഥാസ്ഥാനപ്പെട്ട് ഉറപ്പിച്ചെത്തിയിരിക്കും. അത് നിനക്കൊരു നിത്യതയുണ്ട്, നിനക്കൊരു നിത്യതയുണ്ട്, സ്വർഗരാജ്യമുണ്ട്. അത് നിന്റെ അവകാശമാണ്. അതുകൊണ്ട് നിത്യതേജസ്സിനെ പ്രാപിച്ചുകൊണ്ട് സ്വർഗരാജ്യത്തിന്റെ അവകാശിയായി മാറണം. നീ ഒരിക്കലും പിശാചിന്റെ വാക്കുകൾ വിധേയപ്പെടരുത്. മരണം നമുക്കുണ്ട്, മരണം ദൈവത്താലാണ്. നിന്റെ സമയമാകുമ്പോൾ ദൈവം നിന്നെ വിളിച്ചു വേർതിരിച്ചോളും. നീ ആയിട്ട് നിന്റെ ജീവിതത്തെ തകർത്ത് കളയരുത്. പ്രേക്ഷകരോ, ഈ ലോകത്തെ അല്പകാലത്തെ കഷ്ടം സഹിക്കും. നമുക്ക് അല്പകാലത്തെ കഷ്ടം എല്ലാവർക്കും ഉണ്ടെന്നേ, അല്ലേലൂയ. അതുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ കഷ്ടം സഹിക്കുന്ന നിങ്ങളാണെങ്കിൽ, ഏതെങ്കിലും കഷ്ടം നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ യേശുവിന്റെ ഈ പ്രഭാതത്തിൽ പറയാം, കർത്താവേ എന്റെ കഷ്ടതയെ മാറ്റി, എന്റെ സങ്കടങ്ങളെ മാറ്റി, എന്റെ കണ്ണുനീര് മാറ്റി, അല്ലേലൂയ. നിത്യദേശനായി വിളിച്ചിരിക്കുന്ന എന്നെ, ആ സർവകൃപാലുവായ ദൈവമേ, എന്നെ ഒന്ന് യഥാസ്ഥാനം പിടിച്ച് തീരിച്ച് ഉറപ്പിച്ച് നിർത്തണമേ എന്ന് പറഞ്ഞ് എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇന്ന് പകൽ നിന്റെ കുടുംബത്തിന്റെ ജീവിതത്തിലെ എല്ലാ കഷ്ടങ്ങൾ ദൈവം മാറ്റി തിരി കണ്ണുകൾ അടച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ട് കേരളത്തിൽ ലോക രാജ്യങ്ങളിൽ 800 കോടി ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. റാവി ജനത്തിന്റെ ഹൃദയങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ട് ഹല്ലേലൂയ നിത്യ തേജസ്സിനായി വിളിക്കപ്പെട്ടിരിക്കുന്ന ജനം സർവകൃപാലുവായി ദൈവത്തിന്റെ കരങ്ങളിൽ തന്നെ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈ ഭൂമിയിലെ കഷ്ടകാലം
കഷ്ടങ്ങൾക്ക് വിധേയപ്പെട്ട് മനംനൊന്ന് തകർന്നു പോകാതെ ക്രിസ്തുവിൽ ഉറപ്പുള്ള ക്രിസ്തീയ ജയകരമായ ജീവിതം നയിപ്പാൻ സകല ജനത്തെയും ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പാപത്തിന്റെ വശീകരണത്തിനകത്ത് വീണു പോകാതെ കർത്താവീയ ജനം മാനസാന്തരപ്പെട്ട സുവിശേഷത്തിന്റെ ഭാഗമായി ക്രിസ്തുവിന്റെ ആത്മരക്ഷ പ്രാപിപ്പാൻ നിത്യജീവനായി ഈ മൺപാത്രങ്ങൾ ക്രിസ്തുവാകുന്ന വചനമാകുന്ന വിത്ത് വിതച്ച് അതിലൊരു ക്രിസ്തുവിന്റെ മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തു ഉള്ളിൽ ഇരിക്കുന്നു എന്നുള്ള ആ മുഴുബോധ്യത്തോടെ ജനത്തെ ഉയർത്തണമേ, ജനത്തെ ഒരുക്കണമേ. സകലത്തിനും നീതി വെളിപ്പെടുത്തിയാട്ട് ശൈശവത്തിലും ബാല്യത്തിലും കൗമാരതി യൗവനത്തിലും വാർത്തത്തിലും വൃത്തരും അശമ യാച്ചർ ഓർഫനേജ് ഓർഡനും യുഎൽ തടവറയിലായിരിക്കുന്ന ആമെ രാജ്യരാഷ്ട്രതലമ രാജകന്മാർ രാജ്യപ്രധാനമന്ത്രി റിസർവ് ഗവർണർ പട്ടാളം നേതാ ഗോത്രങ്ങളെ ദ്വീപുകളെ ആദിവാസി ട്രൈബിലായിരിക്കുന്ന എല്ലാ മത സാമൂഹിക സാംസ്കാരിക സമാധ്യ മീഡിയ രംഗം സൈന്യമാർ അടത്തും പറമ്പിൽ കൂടയിൽ കല്ലോടും മണ്ണോടും കുറ്റപ്പരംഗത്ത് പണിയെടുക്കുന്ന ആമെ കർഷക മേഖലയിലെ ഹലരിയ മോട്ടോർ രംഗത്ത് ഹലരിയ ആമയ്ക്ക് ആമെ വലിയ വ്യാപാരി വ്യവസായികൾ എല്ലാ ക്ഷീരവും കാർഷിക മേഖലയിലായിരിക്കുന്ന വിവിധ മേഖലയിലെ എല്ലാ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളിലായിരിക്കുന്ന എല്ലാ അർത്ഥസർവ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലായിരിക്കുന്ന എല്ലാവരെയും ഇന്നത്തെ വിവരങ്ങളിൽ എത്തിക്കുന്നു. അപ്പോൾ എല്ലാവരും ശക്തീകരിക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ.